ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ഓഗസ്റ്റ് 29 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബിപാൽ ഓർ എം റെജിമെൻ എന്ന് പറഞ്ഞിട്ട് ട്യൂബർക്കുലോസിസിന്റെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനെ കുറിച്ചിട്ടാണ് നോക്കാം. The Bipal regimen is an innovative treatment for drug-resistant tuberculosis. അതായത് ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് TB ആണ്. അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ബിപാൽ എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് 3 ഡ്രഗ്സ്. പ്രധാനമായും 3 ഡ്രഗുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആ ഓരോ ഡ്രഗിന്റെയും ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് ഈ ബിപാൽ ഓർ എം എന്നുള്ള ഒരു പേര് ഫോം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ 3 ഡ്രഗ്സ്? ബെഡാക്യുലിൻ, പ്രെറ്റോമാനിഡ്, ലിനസോളിഡ് ഓർ മോക്സിഫ്ലോക്സാസിൻ. ഈ 3 ഡ്രഗുകൾ. അപ്പൊ അവസാനത്തിലെ ഏതെങ്കിലും ഒരെണ്ണം, അതാണ് L or M എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രഗുകളിൽ മൂന്നും കൂടി ചേർത്തിട്ടാണ് ബിപാൽ ഓർ എം റെജിമെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഡ്രഗ് റെസിസ്റ്റന്റ് TB ട്രീറ്റ് ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ as a shorter, safer and more effective regimen for drug resistant TB patients. അതായത് ലോകാരോഗ്യ സംഘടന തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെജിമെനാണ് ഈ ഒരു ബിപാൽ ഓർ എം റെജിമെൻ ഡ്രഗ് റെസിസ്റ്റന്റ് TB പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. Unlike traditional drug-resistant TB treatment spanning 18 months, this regimen requires only 3 to 4 tablets daily for 6 months with fewer side effects and high success rate. അപ്പോൾ ഈ ഒരു റെജിമെൻ്റെ ഉപകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ഡ്രഗ് റെസിസ്റ്റന്റ് TB ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഡ്രഗുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസം 10 മുകളിലേക്ക് ടാബ്ലറ്റ്സ് ഡെയിലി കഴിക്കേണ്ടി വരും. 18 മാസത്തോളം അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു റെജിമെൻ കഴിക്കുകയാണെങ്കിൽ ദിവസം ഒരു 3 മുതൽ 4 ടാബ്ലറ്റ് വരെ 6 മാസം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഈ ഒരു റെജിമെൻ്റെ സക്സസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രഗ് റെസിസ്റ്റന്റ് TBയുടെ ഡ്രഗിനെ കുറിച്ചിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓറൽ കോളറ വാക്സിനെ കുറിച്ചിട്ടാണ്. അപ്പം അടുത്തിടെ ഭാരത് ബയോടെക് ലോഞ്ച് ചെയ്തിട്ടുള്ള ഹിൽകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓറൽ കോളറ വാക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭാരത് ബയോടെക് ലോഞ്ച് ഹിൽകോൾ BBV131 ആൻഡ് ഓറൽ കോളറ വാക്സിൻ ഡെവലപ്ഡ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഹിൽമാൻ ലാബ്സ്. അപ്പോൾ ഭാരത് ബയോടെക്കും ഹിൽമാൻ ലാബ്സും കൂടി പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു ഓറൽ കോളറ വാക്സിൻ ആയിട്ടുള്ള ഹിൽകോൾ അഥവാ BBV131 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. This vaccine addresses the global shortage for oral cholera vaccines with demand exceeding 100 million doses annually. അതായത് ഈ ഒരു വാക്സിൻ കൊണ്ടുവന്നത് കൊണ്ട് ലോകത്ത് മൊത്തത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു ഓറൽ കോളറ വാക്സിൻ്റെ ഷോർട്ടേജ് പരിഹരിക്കാനായിട്ട് പറ്റും. അതായത് ലോകത്തിൽ ഒരു വർഷം ഏകദേശം 100 മില്യൺ ഡോസ് ഓഫ് ഓറൽ കോളറ വാക്സിനാണ് ആവശ്യം വരുന്നത്. അപ്പോൾ ആ ഒരു ഷോർട്ടേജ് പരിഹരിക്കാനായിട്ട് ഈ ഹിൽകോൾ എന്ന് പറയുന്ന വാക്സിൻ വഴി സാധിക്കും. കോളറ ഈസ് ആൻ അക്യൂട്ട് ഡയേറിയൽ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയം വിബ്രിയോ കോളറ. അപ്പോൾ ബേസിക്സ് ആണ് അത്. കോളറ ഉണ്ടാവാനുള്ള കാരണം ബാക്ടീരിയ ആണ്. വിബ്രിയോ കോളറ എന്നാണ് ആ ഒരു ബാക്ടീരിയയുടെ പേര്. It is characterized by severe diarrhea, dehydration, which can lead to rapid and life-threatening fluid loss if not treated promptly. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഡയേറിയ, ഡീഹൈഡ്രേഷൻ, അതുവഴി ഭയങ്കരമായിട്ടുള്ള ഫ്ലൂയിഡ് ലോസ്, ഇതൊക്കെ നമ്മുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിലാണ് കോളറ എന്ന് പറയുന്നിട്ടുള്ള ഒരു രോഗം മനുഷ്യനെ ബാധിക്കുക. അപ്പം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് കോളറ എന്ന് പറയുന്നത്. അപ്പോൾ ഓറൽ കോളറ വാക്സിൻ ഏതാണ്, അതിൻ്റെ പേര്, ആര് ഡെവലപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോഗ്രാമാണ്, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം. A centrally sponsored scheme launched in April 2022 for a period of 5 years to cover all the aspects of education for
ഓൾ, അതായത് സാർവത്രികമായിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്ട് കവർ ചെയ്യാൻ വേണ്ടി 5 വർഷത്തെ കാലയളവിന് വേണ്ടി 2022 ഏപ്രിലിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് NILP അഥവാ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്നത്. ദിസ് ഇസ് പോപ്പുലർലി നോൺ ആസ്, ഈ ഒരു പ്രോഗ്രാമിന് വേറൊരു പേരുണ്ട്, ഉല്ലാസ് എന്നാണ് ആ ഒരു പേര്. അതിന്റെ ഫുൾ ഫോം അതാണ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി, അതാണ് ഉല്ലാസിന്റെ ഫുൾ ഫോം. The scheme aims to cover a target of 5 crore non-literates in the age group of 15 years and above. അതായത് ഈ ഒരു പദ്ധതി കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 15 വയസ്സോ അതിനു മുകളിലോ ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ. അതിൽ തന്നെ നിരക്ഷരരായിട്ടുള്ള 5 കോടിയോളം ആളുകളെയാണ് ഈ ഒരു പ്രോഗ്രാം ടാർഗറ്റ് ചെയ്യുന്നത്. ലേണേഴ്സ് ആർ എൻകറേജ്ഡ് ടു ആക്സസ് ദ കോണ്ടന്റ് ഇൻ റീജിയണൽ ലാംഗ്വേജസ് ഓൺ ദിക്ഷ പോർട്ടൽ ആസ് വെൽ ആസ് ത്രൂ ഉല്ലാസ് മൊബൈൽ ആപ്പ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ലിറ്ററേറ്റ് ആവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട കണ്ടന്റുകൾ, പഠിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് റീജിയണൽ ലാംഗ്വേജസിൽ ദിക്ഷ എന്ന് പറഞ്ഞ പോർട്ടലിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ ഉല്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതുവഴി ഈ പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ലഭിക്കും. അപ്പോൾ ഇതാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. 2022 ലോഞ്ച് ചെയ്തിട്ടുള്ള സെൻട്രലി സ്പോൺസേർഡ് സ്കീം 5 വർഷത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ വേറെ പേര് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി ആണ് ഉല്ലാസ്. 5 കോടിയോളം നോൺ ലിറ്ററേറ്റ്സിനെ ഫോക്കസ് ചെയ്യുന്നു, 15 വയസ്സിന് മുകളിലുള്ളവർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഒരു ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അടുത്തിടെ ലിറ്ററസി എന്ന് പറയുന്നതും ഫുൾ ലിറ്ററസി എന്ന് പറയുന്നതുമായിട്ടുള്ള ടേംസിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ടായി. അതായത് എന്താണ് ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫുൾ ലിറ്ററസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കാം. The Ministry of Education has redefined literacy and full literacy in light of New India Literacy Program, which aims for full literacy by 2030. അതായത് 2030 ആകുമ്പോഴേക്കും എല്ലാവരും സാക്ഷരത കൈവരിക്കണം എന്ന് പറയുന്ന ഒരു എയിമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം വെച്ചിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാക്ഷരത കൈവരിക്കണം എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ പശ്ചാത്തലത്തിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലിറ്ററസി എന്ന് പറയുന്നതും ഫുൾ ലിറ്ററസി എന്ന് പറയുന്നതായിട്ടുള്ള ആ 2 ടേംസ് ഒന്ന് എന്താണ് റീഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് ലിറ്ററസി നോക്കാം. ദ എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് കമ്പ്യൂട്ട് വിത്ത് കോംപ്രിഹെൻഷൻ എലോങ് വിത്ത് ക്രിട്ടിക്കൽ സ്കിൽസ് ലൈക്ക് ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി. അപ്പൊ ഇവിടെ ഒരു പുതിയ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ലിറ്ററസിനെ റീഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടി ആഡ് ചെയ്യപ്പെട്ടു. അതായത് എഴുതുക, വായിക്കുക, പിന്നെ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുക, കോംപ്രിഹെൻഷൻ ഉണ്ടാവും, ഇതൊക്കെ ആണ് ലിറ്ററസിയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ എലോങ് വിത്ത് ദാറ്റ് സ്കിൽസ് എന്തും വേണം, ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി കൂടി വേണം എന്നാണ് ലിറ്ററസിയുടെ ഒരു കംപ്ലീറ്റ് ഡെഫിനിഷൻ ആയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ പുതിയ ഡെഫിനിഷൻ വന്നിരിക്കുന്നത്. ഇനി എന്താണ് ഫുൾ ലിറ്ററസി? Achieving 95% of literacy in a state or union territory is considered equivalent to 100% literacy. അതായത് ഒരു സംസ്ഥാനത്തിലോ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലോ 95% ആൾക്കാരും ലിറ്ററേറ്റ് ആയി കഴിഞ്ഞാൽ അത് 100% ലിറ്ററേറ്റ് ആയിട്ട് കണക്കാക്കും. അതാണ് അപ്പോൾ ഫുൾ ലിറ്ററസി. 95 ഉണ്ടെങ്കിൽ അത് 100 കണക്കാക്കും എന്നുള്ളതാണ് ഫുൾ ലിറ്ററസിയുടെ ഡെഫിനിഷനായിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റീഡെഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പെർപെച്വൽ ബോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡെറ്റിനെ കുറിച്ചിട്ടാണ്. നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡെറ്റ് സെക്യൂരിറ്റി ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി ഡേറ്റ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഡെറ്റ് സെക്യൂരിറ്റി ആണ് പെർപെച്വൽ ബോണ്ട് എന്ന് പറയുന്നത്. സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ബോണ്ടുകൾക്കൊക്കെ എന്തുണ്ടാവും, അവരുടെ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാവും. ആ രീതി പെർപെച്വൽ ബോൺസിന് ഇല്ല. പെർപെച്വൽ ബോൺസിന് എന്തില്ല,
ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഈ പെർപ്പച്വൽ ബോൺഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡെഫിനിറ്റ് പീരീഡിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് തന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ അൺലൈക്ക് ട്രഡീഷണൽ ബോൺഡ്സ് ദാറ്റ് ഹാവ് എ സെറ്റ് ഡേറ്റ് വെൻ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് റീപെയ്ഡ്, പെർപ്പച്വൽ ബോൺഡ്സ് കണ്ടിന്യൂ ടു പേ ഇൻട്രസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. ഇപ്പൊ ഇത് ന്യൂസിൽ വരാൻ കാരണം കുറച്ച് നാളുകളായിട്ട് ഈ പെർപ്പച്വൽ ബോൺഡ്സ് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. കാരണം പല റെഗുലേറ്ററി ചലഞ്ചസ് കാരണം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, അതിന്റെ ഡിമാൻഡ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ റെഗുലേറ്ററി ചലഞ്ച് അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിം വർക്കിൽ വന്ന മാറ്റങ്ങൾ കാരണം പിന്നെ അത് റിവൈവ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ചസിന് ശേഷം ഏറ്റവും ആദ്യം ഇന്ത്യയിൽ കാനറ ബാങ്ക് ഒരു പെർപ്പച്വൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. കാനറ ബാങ്ക് ഇഷ്യൂഡ് ഇന്ത്യസ് ഫസ്റ്റ് അഡീഷണൽ ടയർ 1 പെർപ്പച്വൽ ബോണ്ട്സ് സിൻസ് റീസെന്റ് റൂൾ ചേഞ്ചസ് അട്രാക്ടിങ് സ്ട്രോങ് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ്. അതായത് ഈ ഒരു നിയമങ്ങളൊക്കെ മാറി വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് അഡീഷണൽ ടയർ 1 പെർപ്പച്വൽ ബോണ്ട്സ് കാനറ ബാങ്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ബോണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഈ ഒരു മാറ്റത്തിന് ശേഷം വന്നുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അതിൽ ഇൻട്രസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. This marks a revival in demand for these bonds which had declined due to regulatory challenges. അതായത് ഈ ഒരു ബോണ്ടുകൾക്ക് കുറെ നാളുകളായിട്ട് ഭയങ്കര ഡിമാൻഡ് കുറവായിരുന്നു. പക്ഷെ മാറ്റങ്ങൾക്ക് ശേഷം അത് റിവൈവ് ആയി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് പെർപ്പച്വൽ ബോണ്ട്, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഇല്ല, പിന്നെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് പേയ്മെന്റ് തരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ പോർട്ടലിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ഡിജിറ്റൽ ഡാറ്റാബേസ് ഫോർ ഓൾ രജിസ്റ്റേർഡ് അലോപ്പതിക് ഓർ MBBS ഡോക്ടേഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ എല്ലാ MBBS ഡോക്ടേഴ്സിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ MBBS ഡോക്ടേഴ്സിന്റെയും ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് ആണ് നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ പോർട്ടൽ എന്ന് പറയുന്നത്. It is mandated under Section 31 of National Medical Commission Act 2019. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് 2019ന്റെ സെക്ഷൻ 31 പ്രകാരം ഇങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അതിന്റെ പേരിലാണ് നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ പോർട്ടൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. The NMR will be linked with the doctor's Aadhaar ID to verify authenticity and facilitate വെരിഫിക്കേഷൻ പ്രോസസ് എമംഗ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസ്. അപ്പൊ ഇതിൽ ഓരോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും ആധാർ ഐഡിയുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അത് കാരണം അവരുടെ ഒരു ഒതന്റിസിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനും ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ആധാർ ത്രൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻക്ലൂഡ് സ്ട്രെങ്തനിങ് ഡിജിറ്റൽ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റം, ensuring transparent access to quality medical professionals and consolidating public trust in ഹെൽത്ത് കെയർ. അപ്പൊ ഇങ്ങനെ ഒരു മെഡിക്കൽ രജിസ്റ്റർ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം, ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ രജിസ്റ്റർ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഹെൽത്ത് കെയർ സെക്ടറിനെ ഒന്ന് ഡിജിറ്റലൈസ് ചെയ്യുക, പിന്നെ ഈ ഒരു മേഖല കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആക്കുക, ക്വാളിറ്റി ഉള്ള മെഡിക്കൽ പ്രൊഫഷണൽസിന് ആക്സസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരിലേക്കുള്ള ഒരു ആക്സസ് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ ഹെൽത്ത് കെയർ മേഖലേനെ കൂടുതൽ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത്തരം നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ പോർട്ടലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്കീമിനെ കുറിച്ചിട്ടാണ്. A central sector scheme launched in 2020 under the Ministry of Agriculture and Farmers Welfare. 2020 മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിന്റെ സ്കീമില് വെൽഫെയറിന്റെ കീഴിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ് AIF സ്കീം, അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ആയിരിക്കും അപ്പൊ എന്തായാലും ഇതിൽ ഉണ്ടാവുക. It aims to provide all-round financial support to farmers, agri entrepreneurs, farmers groups like farmer producer organizations, self-help groups, joint liability groups, etc., and many others to create a post-harvest management infrastructure and build community farming assets throughout the country. അതായത് പല കർഷകരും കർഷക കൂട്ടായ്മകളുണ്ട്, കർഷകരായിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, പിന്നെ പല കർഷക കൂട്ടായ്മകളുടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ,
സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്, ഇതൊക്കെ ഫാർമർ ഗ്രൂപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവർക്കൊക്കെ ഈ ഹാർവസ്റ്റിന് ശേഷം, അതായത് വിളവെടുപ്പിന് ശേഷമുള്ള അവരുടെ ആ ഒരു ക്രോപ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഫാമിംഗ് അസറ്റ്സ്, അതായത് ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് ഒരു അസറ്റ് വാങ്ങിക്കുകയാണ് അവരുടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അത്തരം കമ്മ്യൂണിറ്റി അസറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക നമ്മുടെ കൺട്രിയിൽ മൊത്തത്തിൽ എന്നുള്ളതാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്കീമിന്റെ ഉദ്ദേശം. അപ്പൊ മെയിൻ ആയിട്ട് മെഷീൻസ് വാങ്ങിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഹാർവസ്റ്റിന് ശേഷമുള്ള മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ്, പിന്നെ അല്ലാണ്ട് കമ്മ്യൂണിറ്റി ഫാമിംഗ് അസറ്റ്സ്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനാണ് ഈ സ്കീമിന്റെ ഉദ്ദേശം. AAF പ്രൊവൈഡ്സ് support of 3% interest subvention, credit guarantee support through credit guarantee fund trust for micro and small enterprises scheme for loans up to 2 crores. അതായത് 2 കോടി വരെ ലോണൊക്കെ എടുത്തിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾക്കോ ആളുകൾക്കോ 3% വരെ പലിശയിൽ നമ്മുടെ സർക്കാരിന്റെ സഹായം ഉണ്ടാവും. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ടും അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഏത് വഴി? ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ വഴി ഇവർക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ടും കൊടുക്കുന്നതായിരിക്കും. ഇതാണ് AAFന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ലാസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് PIF എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പസഫിക് ഓഷ്യനിലുള്ള ഐലൻഡ് കൺട്രീസിന്റെ ഒരു കൂട്ടായ്മയാണ് പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്നത്. ദ പസഫിക് ഐലൻഡ് ഫോറം ഇസ് ദ റീജിയൻസ് പ്രീമിയർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പോളിസി ഓർഗനൈസേഷൻ. അതായത് ഈ പറയുന്ന ഏരിയയിലുള്ള നമ്മുടെ പസഫിക് റീജിയനിലുള്ള പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പോളിസി ഓർഗനൈസേഷൻസിന്റെ ഒരു കൂട്ടായ്മ, അതായത് ആ റീജിയനിലുള്ള പസഫിക് ഓഷ്യന്റെ റീജിയനിലുള്ള ഈ ഇത്തരം ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മയാണ് പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്നത്. Founded in 1971, it comprises 18 members. 1971 ഈ ഒരു ഫോറം തുടങ്ങുന്നത്. 18 മെമ്പേഴ്സ് ആണ്, മെമ്പർ കൺട്രീസ് ആണ് അതിനകത്തുള്ളത്. ദ ആനുവൽ മീറ്റിംഗ് ഓഫ് പസഫിക് ഐലൻഡ് ഫോറം ഹാസ് ബിഗൺ ഇൻ നുക്കു അലോഫ, ദ ക്യാപിറ്റൽ ഓഫ് ടോങ്ക. ടോങ്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള നുക്കു അലോഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന പസഫിക് ഐലൻഡ് ഫോറത്തിന്റെ ആനുവൽ മീറ്റിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. The PIF advocates for global climate action and funds resilience effort through പസഫിക് റെസിലിയൻസ് ഫെസിലിറ്റി ടു സപ്പോർട്ട് വൾണറബിൾ പസഫിക് നേഷൻ. അതായത് ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ദ്വീപ് രാഷ്ട്രങ്ങളാണ്, അല്ലെങ്കിൽ ദ്വീപുകളാണ്. അപ്പൊ അവരുടെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫണ്ട്, അതിനെ പസഫിക് റെസിലിയൻറ്റ് ഫെസിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഫണ്ട് ഒക്കെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് PIF ചെയ്യുന്ന കാര്യങ്ങൾ. ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊട്ടക്ടിങ് ദ പസഫിക് എക്കോസിസ്റ്റം ബൈ അഡ്രസ്സിങ് ചലഞ്ചസ് ലൈക്ക് ഓഷ്യൻ പൊല്യൂഷൻ ആൻഡ് ഓവർ ഫിഷിംഗ്. അതുപോലെ തന്നെ സമുദ്രങ്ങൾ മലിനാക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് മീൻപിടുത്തം, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും PIF ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ള ഡീറ്റെയിൽസ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.